സി എം ജയചന്ദ്രൻ പി ജയരാജൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് പ്ലേ ആവും. അതുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് UDF ആ കൊലപാതകത്തിൽ പാർട്ടി സഖാക്കളെ, പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പാർട്ടിയെ അതിലേക്ക് വലിച്ചിഴച്ചു. അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നു. നിരപരാധികളായിട്ടുള്ള പാർട്ടി നേതാക്കളെയും CPM പ്രവർത്തകരെയും അനാവശ്യമായൊരു കേസിൽ പെടുത്തിയാൽ ആ കേസിൽ CPM ഇടപെടേണ്ടി വന്നു. അങ്ങനെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. ആ കോടതി വിധി നല്ലവണ്ണം പഠിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിന്റെ തുടർച്ചയിൽ കുഞ്ഞനന്തൻ വാഴ്ത്ത് നടത്തുന്നുണ്ടോ സി എം ജയചന്ദ്രൻ പി ജയരാജൻ? അദ്ദേഹം മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോഴേക്കും അവിടെ രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ്സുകാരും CPMകാരും അവിടുത്തെ ആബാലവൃദ്ധം അങ്ങോട്ടേക്ക് ഒഴുകി, അത് അദ്ദേഹത്തിന്റെ മഹത്വം വെളിവാക്കുന്നതാണ് എന്നൊക്കെ പിന്നെ അതിന്റെ തുടർച്ചയിൽ പി ജയരാജൻ പറയുന്നുണ്ട്. സി എം ജയചന്ദ്രൻ ഇവിടെ ടി പി ചന്ദ്രശേഖരൻ ബൈക്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കൊടിസുനിയുടെ ബൈക്കുമായും തട്ടി. അങ്ങനെ ആ ദേഷ്യത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി കൊടിസുനിയും കൂട്ടുകാരെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് 51 വെട്ടി കൊന്നു. അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. ഇന്ന് കോടതി വിധി അടിവരയിട്ട് പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്നാണ്. അവിടെ ടി പി ചന്ദ്രശേഖരൻ CPMൽ ഉണ്ടായിരുന്നു. CPMന് പുറത്തേക്ക് പോയി. CPMന് അവിടെ ഒഞ്ചിയം, വടകര, ഏറാമല മേഖലകളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പാർട്ടി അണികൾ അങ്ങോട്ടേക്ക് ഒഴുകി. അവിടെ ഒരു ലോക്സഭയിൽ തോൽവി സംഭവിച്ചു, ചരിത്രത്തിൽ ആദ്യമായി. അതിൻ്റെ വൈരാഗ്യം തീർക്കലാണെന്ന് കോടതി പ്രത്യക്ഷത്തിൽ തന്നെ പറയുന്ന ആ ദിവസവും CPMന് ഇതുമായി ഒരു ബന്ധവും ഇല്ല. 4 CPM നേതാക്കൾ പ്രതികളാണ്. സി എം ജയചന്ദ്രൻ ഇപ്പോഴും CPMന് ബന്ധമില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഇതാര് വിശ്വസിക്കുമെന്നാണ്? ഹാഷ്മി, ഇത് ഈ ഹൈക്കോടതി വിധി ഇന്നുണ്ടായി. കൂടുതൽ വ്യക്തത വരുത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തല്ലോ. ആ വിധിയെ തീർച്ചയായും ഞാനും സ്വാഗതം ചെയ്യുക തന്നെയാണ്. ഹൈക്കോടതി വിധി തീർച്ചയായും സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ് പ്ലേ ചെയ്ത പി ജയരാജൻ്റെയും ശ്രീ കെ രമയും അബിൻ വർക്കിയൊക്കെ ചൂണ്ടിക്കാണിച്ച ശൈല ടീച്ചറിൻ്റെയും ഒക്കെ കമൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതികരണങ്ങളുണ്ടല്ലോ. ഞാനതിനെ കാണുന്നത് അത് അവരുടെ രാഷ്ട്രീയമായ നിലപാടുകളാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല, അറിയുമല്ലോ. CR നീലകണ്ഠനും രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ്, നേതാക്കളുമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായേ മതിയാവൂ. അത് അവരുടെ രാഷ്ട്രീയ ലൈനിൻ്റെ ഭാഗവുമാണ്. അത് കോൺഗ്രസിനാണെങ്കിലും RMPക്കാണെങ്കിലും CPIM-നാണെങ്കിലും ഉണ്ടാവുമല്ലോ. ഇത് രാഷ്ട്രീയത്തെ കുറിച്ചല്ല സർ പറയുന്നത്. ഇത് രാഷ്ട്രീയത്തെ കുറിച്ച്, പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയെ കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത്. ഒരു പാവം മനുഷ്യനെ വെട്ടിക്കൊന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇടതുപക്ഷ ചോരയെ തെരുവിൽ വെട്ടിക്കൊലപ്പെടുത്തതിനെ കുറിച്ചാണ് കോടതി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കോടതി വാദത്തിന്റെ വഴിയിൽ പ്രോസിക്യൂഷൻ പറയുന്നു, അല്ലെങ്കിൽ പ്രതിഭാഗം പറയുന്നു, സി എം ജയചന്ദ്രൻ, ഇത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സാധാരണമാണ്. അവിടെ വധശിക്ഷ കൊടുത്ത് സുപ്രീം കോടതി ഊരിപ്പോയിട്ടുണ്ട്. കോടതി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു ആ പരാമർശത്തിൽ. ഒരു ഘട്ടത്തിൽ വധശിക്ഷ വരെ കൊടുത്തേക്കുമോ എന്ന സംശയമുണ്ടായ മണിക്കൂറുകളാണ് കോടതിയിൽ ഉണ്ടായത്. ഇത് പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയോ പാർട്ടി ലൈനോ അല്ല. ഒരു ഇടതുപക്ഷക്കാരനെ തെരുവിൽ വെട്ടിക്കൊല്ലപ്പെടുത്തിയ കേസാണ് എം ജയചന്ദ്രൻ. അല്ലെങ്കിൽ ഹാഷ്മി, ഞാൻ പറഞ്ഞത് തന്നെയാണെന്നേ. ആ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് നാഷണൽ മീഡിയ പ്രചരിപ്പിച്ചിരുന്ന ഒരു പദമുണ്ടായിരുന്നു. റെട്രോസിറ്റി എന്നായിരുന്നു ആ പദത്തിൻ്റെ പേര്. ചുവപ്പ് ഭീകരത. ആ റെട്രോസിറ്റി എന്ന് പറഞ്ഞ ഒരു നടപടിക്ക് പേരുകേട്ട സ്ഥലമായിട്ടാണ് കേരളത്തിനെ അന്ന് നാഷണൽ മീഡിയ അടയാളപ്പെടുത്തിയിരുന്നത്. അതിന് പിന്നിലുണ്ടായിരുന്ന ആരാണെന്നൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുമുണ്ട്. ആ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അതുണ്ട്. താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഒന്നും പറയില്ല. അതിൻ്റെ ആവശ്യവും ഇവിടെ ഇല്ലല്ലോ. ഇത് നമ്മുടെ മുമ്പിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, നേതാവിൻ്റെ അതിക്രൂരമായ വധത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ആരാണ് അതല്ല എന്ന് പറയുക? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതൊന്നുമല്ലല്ലോ. ഞാൻ അങ്ങനൊന്നും ഒരിക്കലും പറയുന്ന ആളുമല്ല ഞാൻ. താങ്കൾക്ക് അറിയുമല്ലോ. അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് അതല്ല. താങ്കൾ ഇങ്ങനെ എടുത്തു ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ കാര്യം അതാണ്. അത് രാഷ്ട്രീയ നിലപാടുകളുടെ പ്രശ്നം വരുമ്പോൾ ആ തരത്തിൽ പ്രതികരിക്കാൻ കഴിയും എന്നുള്ള വിഷയമുണ്ട്. പക്ഷേ അപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ, രാഷ്ട്രീയമല്ലാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ. അത്
ഈ നേരത്തെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച ശ്രീ മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരെ വിട്ട പ്രശ്നം, പിന്നീട് ശ്രീ കെ കെ രമ പറഞ്ഞ ശ്രീമതി കെ കെ രമ പറഞ്ഞ അവർ അങ്ങനെ പോയിക്കൂടാ, വിട്ടയക്കപ്പെട്ടുകൂടാ, അവർ ഇനിയും വിചാരണ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജോസി ചെറിയാനെ പോലുള്ളവർ ചെയ്ത പണി എന്തായിരുന്നു എന്നുള്ള പ്രശ്നം, അത് വേറൊരു വിഷയമുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ച ആ പ്രശ്നമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവും ബാക്കിയെല്ലാം മാറ്റി വെച്ച എന്ന മനുഷ്യനെ അതിക്രൂരമായി ദാരുണമായി വിശാലമായ മാനവികത പറയുന്ന സമയമല്ല. അങ്ങനെ വിശാലമായ മാനവികതയുള്ള ഉത്തരമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ എം ജയന്തൻ ഇവിടെ ശരി, ഇനി പൂക്കട ഗൂഢാലോചന, ശരി, പൂക്കട ഗൂഢാലോചന അത് തെറ്റാണെങ്കിൽ ജോസി ചെറിയാൻ തൂക്കിക്കൊല്ലട്ടെ, ഒരു തർക്കം അക്കാര്യത്തിലില്ല. പി മോഹനൻ മാസ്റ്ററെ വെറുതെ വിടട്ടെ, അല്ലെങ്കിൽ പി മോഹനൻ മാസ്റ്ററെ ആജീവനാന്തകാലം ഈ കേസും ഒരു ബന്ധവുമില്ല എന്ന് കോടതി പ്രഖ്യാപിക്കട്ടെ, അതും തർക്കമില്ല. പക്ഷെ അതേ കോടതി രണ്ട് CPM നേതാക്കളെ, ഒരാൾ കണ്ണൂർ കിടക്കുന്ന ആളാണ്, ഒരാൾ ഒഞ്ചിയത്ത് കിടക്കുന്ന ആളാണ്, രണ്ട് ജില്ലകളിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ അതത് മേഖലകളിലെ. ഇപ്പം പാനൂരിലെ ഈ കുഞ്ഞനന്ദൻ പാർട്ടിക്ക് ആരായിരുന്നു പാനൂരുകാർക്കറിയാം, പാർട്ടിക്ക് എല്ലാമാണ്, ഏരിയ സെക്രട്ടറി അല്ലായിരുന്നെങ്കിലും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒത്തുചേർന്ന് ഒരു കൊടും ക്രൂരകൃത്യം നിർവഹിച്ചിട്ട് CPM ഇപ്പോൾ ഒരു പങ്കുമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന ആര് വിശ്വസിക്കുന്നതാണ് ചോദ്യം. എം ജയേന്ദ്രൻ, അല്ല, ഇത് വിശ്വസിക്കുന്നതിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നം തെളിവല്ലേ, കോടതിയുടെ മുമ്പിൽ വരുന്നത് തെളിവല്ലേ ഹാഷ്മി? തെളിവുകൾക്ക് അനുസരണമാക്കിയല്ലേ കോടതി വിധി പറയുക, പ്രസ്താവിക്കുക, അങ്ങനെയല്ലേ? അപ്പോൾ അത് ആ തെളിവുകളിൽ അവർ കുറ്റവാളികളാണ് എന്ന് അസന്നിഗ്ധമായി തീരുമാനിച്ചിട്ട് തന്നെയാണല്ലോ കോടതി വിധി പറയുന്നത്. ഇതിനകത്ത് മാനവികതയുടെ പ്രശ്നം ഒന്നും എടുക്കണ്ട, ഞാൻ അങ്ങനെ കാണുന്ന ആളുമല്ല. ഇതിനകത്ത് മാനവികത പറയേണ്ട കാര്യം എന്താണുള്ളത്? ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ തെളിവ് പ്രകാരമുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അത് ജഡ്ജിക്ക് അക്കാര്യത്തിൽ ഡിസ്ക്രിപ്ഷനുണ്ട്. അതുകൊണ്ടാണല്ലോ അത് വീണ്ടും പുനഃപരിശോധിച്ച് ഈ തരത്തിലുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഇന്നുണ്ടാവുന്നത്. അത് തികച്ചും നിയമപരം തന്നെയാണ്. അതിൻ്റെ അകത്ത് CPMന് ബന്ധമുണ്ടോ ബന്ധമില്ലയോ എന്നുള്ളതാണ് താങ്കൾ എന്നോട് ആവർത്തിച്ച് ചോദിച്ചത്. CPMന് ബന്ധമുണ്ട് എന്ന് നേരിട്ട് പറയാൻ തക്ക തെളിവുകൾ ഹൈക്കോടതി അവശേഷിപ്പിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. CPM എന്ന രാഷ്ട്രീയ കക്ഷി ചെയ്ത ബാക്കിയെല്ലാം ഓക്കെ. ഈ CPM എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അമൂർത്തമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒന്നല്ല, അമൂർത്തമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒന്നല്ല. അതിന് ഈ പറഞ്ഞ ലോക്കൽ കമ്മിറ്റി, ഈ പറഞ്ഞ ഏരിയ കമ്മിറ്റി, ഈ പറഞ്ഞ പാർട്ടി പ്രവർത്തകർ എല്ലാം ചേരുന്ന ഒരു സംവിധാനമാണല്ലോ പാർട്ടി എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 4 നേതാക്കൾ ഒറ്റ കുറ്റകൃത്യത്തിൽ പ്രതിയാണെന്ന് പറയുമ്പോൾ അതിൽ മരിച്ചുപോയ ഒരാൾ, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു കൊലപാതകി, അല്ലെങ്കിൽ അതിൽ പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയ ഒരാൾ മരിച്ചുപോയി, അതുകൊണ്ട് പിഴ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പിഴ ഒഴിവാക്കില്ല എന്ന് കോടതി പറഞ്ഞ കേസാണ്. എങ്ങനെയാണ് പാർട്ടിക്ക് ബന്ധമേ ഇല്ല എന്ന് പറയാൻ കഴിയുക? എം ജയേന്ദ്രൻ, അതെ, അല്ല ഞാൻ പറഞ്ഞ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അറിവിലും തീരുമാനത്തിലും നടത്തിയതാണ് ഇത് എന്നുള്ള നിലയ്ക്കല്ല കോടതി പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നത്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പ്രാഥമികമായി തന്നെ ഒന്നാമത്തെ വാചകം അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. ഈ 22ാമത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ കൊല്ലണം സംസ്ഥാന സമിതി കൂടി വാർത്താക്കുറിപ്പ് ഇറക്കാനാവില്ല. മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുമാണ്. TP ചന്ദ്രശേഖരനെ കൊല്ലണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നു, സംസ്ഥാന സമിതി ചേരുന്നു, അവിടെ ചർച്ചകൾ നടക്കുന്നു, എന്നിട്ട് കൊല്ലും എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കി കൊല്ലും അല്ലല്ലോ, ആണോ? അങ്ങനെ കഴിയില്ലല്ലോ, ഒരു കക്ഷിക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ CPMന്റെ കൈകൾ ശുദ്ധമാണെന്ന് ആരും പറയില്ല എന്നാണ് താങ്കൾ ആവർത്തിച്ച് നിർദ്ദേശിക്കുന്ന കാര്യം. കോടതി വിധി വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഞാൻ എന്റെ പക്ഷം പറയുന്നതല്ല, കോടതി വിധി 100 ചില്ലുവാന പേപ്പറുകൾ വായിച്ചാൽ മനസ്സിലാവുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജയചന്ദ്രൻ.